ഹലോ. നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ പ്രകാശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശ്രയിക്കുന്നത് LED ലാമ്പുകളാണല്ലോ. 10ാം ക്ലാസ്സിൽ നമുക്ക് LED ലാമ്പ് നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നേരിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനൊരു ബോഡി ഉണ്ടാകും, ഒരു ലാമ്പിന് ഒരു ബോഡി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ അതിൻ്റെ മുൻഭാഗത്ത് അത് ഉണ്ടാകും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ സെമി ട്രാൻസ്പെറൻ്റ് ആക്കിയതെന്ന് ചോദിച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ ഈ LED നിന്ന് വരുന്ന ലൈറ്റ് നേരിട്ട് നമ്മുടെ കണ്ണിൽ അടിച്ചാൽ അത് നമ്മുടെ കണ്ണിന് വലിയ അലോസരങ്ങൾ ഉണ്ടാക്കും. കാരണം അത് പ്രധാനമായിട്ടും വളരെ ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള LED ആണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ LEDയുടെ ഒരു ചെറിയ പാനൽ, ഒരു യൂണിറ്റ് ഉണ്ടാകും. അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. പിന്നീട് അതിന് പവർ നൽകാൻ വേണ്ടി ഒരു ചെറിയ ഒരു SMPSന്റെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു SMPSന്റെ ഒരു ചെറിയ മോഡ്യൂൾ ഉണ്ടാകും. അത് ഈ LED സ്ട്രിപ്പ് എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനനുസരിച്ച് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് സീരീസ് ആയിട്ട് പാരലായിട്ടും ഒക്കെയാണ് LEDകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന്. അതിനു മുമ്പ് നമുക്ക് ഒരു LEDയെ പരിചയപ്പെടാം. ഇത് സാധാരണ ഒരു LED. അതേസമയം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ LED അല്ല, ഇത് SMD LED ആണ്. SMD എന്ന് പറഞ്ഞാൽ സബ് മിനിയേച്ചർ ഡിവൈസ്. അത് ബോർഡിൽ തന്നെ വച്ചൊട്ടിക്കുന്നതാണ്. അതിനിതുപോലെ 2 കാലുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഈ LED നമുക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു മൾട്ടിമീറ്ററിന്റെ സഹായം തേടാം. മൾട്ടിമീറ്ററിൽ പല കാര്യങ്ങൾ നോക്കാൻ വേണ്ടി റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാനുള്ള ഭാഗമുണ്ടാകും, അല്ലെങ്കിൽ വോൾട്ടത നോക്കാനും ആംപിയർ നോക്കാനും ഒക്കെ ഉണ്ടാകും. ഇത്തിരി വില കൂടിയ മൾട്ടിമീറ്ററിലാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള റേഞ്ചുകൾ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഡയോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗമുണ്ട്, ഡയോഡ് ചെക്കിംഗ്. നമ്മുടെ നോബ് അതിന് നേർക്കിട്ടതിന് ശേഷം LED 2 കാലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു കാല് ആനോഡും ഒന്ന് കാഥോഡുമാണ്. സാധാരണ ചിലർ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയും. അത് അത്ര ശരിയായ ഒരു പ്രയോഗമല്ല. നമ്മളൊരു LED പുതിയത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം, നീളം കൂടിയ കാല് ആനോഡും നീളം കുറഞ്ഞത് കാഥോഡുമാണ്. എന്ന് വെച്ചാൽ ഈ നീളം കൂടിയ കാലിൽ പോസിറ്റീവും നീളം കുറഞ്ഞതിൽ നെഗറ്റീവും നൽകിയെങ്കിൽ മാത്രമേ ഇത് പ്രകാശിക്കൂ. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നീളം കൂടിയതിൽ പോസിറ്റീവ്, ഇത് ചുമന്ന ലീഡ് പോസിറ്റീവും കറുത്ത ലീഡ് നെഗറ്റീവുമാണ്. ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നോക്കൂ, LED പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകാശിക്കില്ല. കാഥോഡിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുത്താൽ പ്രകാശിക്കില്ല. റൈറ്റ്. ഞാൻ മറ്റൊരു LED നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഈ LED അതുപോലെ തന്നെ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ഇത് കൊടുക്കുമ്പോൾ കത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ ആ ബസറിന്റെ ശബ്ദം കേൾക്കുകയും കൂടി ചെയ്യുന്നു. ഇത് തിരിച്ചു കൊടുത്താലും എന്തായിരിക്കും? അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് കേടായി പോയി എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഇത് കത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞു വൈദ്യുതി വേണം. നമ്മുടെ കയ്യിലുള്ളത് ഒരു 9 വോൾട്ടിന്റെ ബാറ്ററി ആണെന്നിരിക്കട്ടെ. നമുക്കിതിൽ എങ്ങനെ കണക്ട് ചെയ്യും? കണക്ട് ചെയ്ത് നോക്കട്ടെ. നോക്കൂ,
അത് കണക്ട് ചെയ്ത് കത്തിയിട്ട് അപ്പോഴേ അണഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? അത് ആ LED ചീത്തയായി പോയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? ഇത് 9 വോൾട്ടാണ്. ഒരു LED പ്രവർത്തിക്കണമെങ്കിൽ പരമാവധി 3 വോൾട്ട്. അത് 2.7 വോൾട്ടാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഫലപ്രദമായി അതിന് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന വോൾട്ടത എന്ന് പറഞ്ഞാൽ 2.7 വോൾട്ടാണ്. പരമാവധി 3 വോൾട്ട് വരെയാണെങ്കിലും, അതായത് സാധാരണ ടോർച്ച് സെല്ലാണെങ്കിൽ 2 സെല്ലുകൾ സീരീസായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 9 വോൾട്ട് സെല്ലിൽ ഒരു LED ലാമ്പ് കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു 10 20 ഓമിന്റെ ഒരു റെസിസ്റ്റൻസ് കൂടി ഇതിന് സീരീസ് ആയി ബന്ധിപ്പിച്ചാൽ നമുക്ക് അത് സാധ്യമാകും. ഞാനൊരു റെസിസ്റ്റൻസ് കൂടി 10 ഓമിന്റെ റെസിസ്റ്റൻസ് കൂടി ബന്ധിപ്പിക്കുന്നു. അപ്പോഴും അതേ പ്രകാശത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിന്റെ കറണ്ടിനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ LED സീരീസായി ബന്ധിപ്പിച്ചതിന്റെ ചിത്രീകരണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ഡയോഡിന്റെ സിമ്പലാണ്. സർക്യൂട്ടുകൾ വരയ്ക്കുമ്പോൾ ഈ സിമ്പലായിരിക്കും വരച്ചു വെക്കുക. ഒരു ത്രികോണം ഇങ്ങനെ വരച്ചിട്ട് ആ ത്രികോണത്തിന്റെ മുമ്പിൽ കുത്തനെ ഒരു വരയിടുന്നു. അപ്പുറവും ഇപ്പുറവും ഓരോ കണക്ഷനും വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ കുത്തനെ വരയുള്ള ഭാഗം കാഥോഡ്, ഇത് ആനോഡ്. എന്ന് വെച്ചാൽ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കിട്ടിയെങ്കിൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. നമ്മുടെ LED ഒരു ഡയോഡാണല്ലോ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് ഇതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം അതിന്റെ സിമ്പലിനുണ്ട്. പുറത്തേക്ക് 2 ആരോ കൂടി വരയ്ക്കുമ്പോൾ അത് LED ആയി. അത് സീരീസ് ആയിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, ഇത് ആനോഡാണെന്ന് പറഞ്ഞു, ഇത് കാഥോഡ്. അപ്പോൾ ഒരു LEDയുടെ കാഥോഡും അടുത്ത LEDയുടെ ആനോഡുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. രണ്ടാമത്തെ LEDയുടെ കാഥോഡും അടുത്ത LEDയുടെ ആനോഡുമായി ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ ഈ കാഥോഡ് ഇവിടുന്നും ആനോഡ് ഇവിടുന്നും കിട്ടുന്നു. ഇവിടെ നമുക്ക് 9 വോൾട്ട് നൽകിയാൽ ഇത് പ്രകാശിക്കും. ഇതിലേതെങ്കിലും ഒരു LED തിരിഞ്ഞു പോയാൽ ഇതിന്റെ കണ്ടക്ഷൻ നടക്കില്ല, അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുകയുമില്ല. ഇതിന് സീരീസ് ആയിട്ടാണ് ഒരു റെസിസ്റ്റൻസ് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്റെ കയ്യില് ഈ 9 വോൾട്ടിൽ ബന്ധിപ്പിക്കാനായിട്ട് ഒരു 12 LED ഉണ്ടെന്നിരിക്കട്ടെ. എങ്ങനെ ഇത് ബന്ധിപ്പിക്കും? 3 സീരീസ് ചെയ്യുമ്പോൾ തന്നെ 9 വോൾട്ടായി. മറ്റുള്ളവ എങ്ങനെ ബന്ധിപ്പിക്കും? അതിനാണ് പാരലൽ കണക്ഷൻ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ 3 വീതമുള്ള 4 സെറ്റ് LEDകൾ ഉണ്ടാക്കിയിട്ട് അതിനെ 4നെയും പാരലൽ ആക്കി നമ്മൾ ബന്ധിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പാരലൽ കണക്ഷൻ സാധാരണ പറയുക. സീരീസ് പറഞ്ഞു, ഒന്നിന്റെ കാഥോഡിൽ നിന്ന് ആനോഡ്, അടുത്തതിന്റെ കാഥോഡിൽ നിന്ന് ആനോഡ്, അങ്ങനെ പോകും. ഇതങ്ങനെയല്ല. ഇത് കാഥോഡുകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു, ആനോഡുകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇവിടെ 9 വോൾട്ട് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ 2.7 അല്ലെങ്കിൽ പരമാവധി 3 വോൾട്ട് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ 3 സീരീസ് ആയിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു. അടുത്ത 3 സീരീസ് ആയിട്ട് ബന്ധിപ്പിച്ചു. അടുത്തത് സീരീസ് ആയിട്ട് ബന്ധിപ്പിച്ചു. ഈ ഓരോ സീരീസിന്റെയും ആനോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക, കാഥോഡുകൾ തന്നെ തമ്മിൽ ബന്ധിപ്പിക്കുക. അപ്പോൾ ഇത് 3 വീതമുള്ള സീരീസുകളുമായി 3 പാരലുമായി. ഇപ്പോൾ 9, ഞാൻ നേരത്തെ 12 LED എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സെറ്റും കൂടി വരയ്ക്കുമ്പോൾ അത് 12 LEDകളും നമുക്ക് ഇതുപോലെ നമുക്ക് ബന്ധിപ്പിക്കാം. ഈ രീതിയിലാണ് നമുക്ക് LED ലാമ്പുകൾ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്നത് വരുമ്പോൾ പലപ്പോഴും ഇതിൽ കുറെ കൂടി എണ്ണം LEDകളുണ്ട്.
ഇതിൽ കുറേ എണ്ണം സീരീസും, സാധാരണ ചില LED-കളിൽ 12 വോൾട്ടിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു 4 എണ്ണം സീരീസ് ആയിട്ട് ബാക്കിയൊക്കെ പാരലായിട്ടായിരിക്കും അത് കണക്ട് ചെയ്യുക. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് LED ലാമ്പ് ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് അലൂമിനിയത്തിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. ആ ഹീറ്റ് സിങ്കിലാണ് ഈ LED സ്ട്രിപ്പ് ഉറപ്പിക്കേണ്ടത്. സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. അങ്ങനെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്താൽ നന്നായിരിക്കും. അല്പം ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, ഹീറ്റ് സിങ്ക് പേസ്റ്റ് എന്നൊക്കെ പറയും, അത് ഈ LED-യുടെ പിറകുവശത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൽ വച്ചുറപ്പിക്കുന്നതാണ് നല്ലത്. ആ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന LED പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന ചൂടിനെ വലിച്ചെടുത്ത് LED-യുടെ ചൂടായി LED ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേക്കുന്നത് കൊണ്ട് അതിനിടയിലുള്ള വായു ഇല്ലാതാവുകയും അത് നന്നായി ഹീറ്റ് സിങ്കുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുകയും ചെയ്യും. അതിനാണ് നമുക്ക് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായി അത് ഉറപ്പിക്കുക. എന്നിട്ട് രണ്ടാമത് ഈ പവർ സപ്ലൈ മോഡ്യൂളിൽ ഇവിടെ 2 നിറത്തിൽ ചുവപ്പും കറുപ്പും വയറുകൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയാണ് അത് ഔട്ട്പുട്ട്. ഇവിടെ പ്ലസ് മൈനസ് എന്ന് അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും മിക്കവാറും. ഇല്ലെങ്കിൽ ഈ കളർ കോഡ് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെയും അതുപോലെ ഈ ബോർഡിൽ പോസിറ്റീവും നെഗറ്റീവും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് ആ നടുക്കുള്ള ഹോളിൽ കൂടി ഇതിനെ കടത്തി ആ പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ചുമന്ന വയറ് ബന്ധിപ്പിക്കണം. അതിന് ബന്ധിപ്പിക്കാൻ സോൾഡറിങ് അയണാണ് ഉപയോഗിക്കേണ്ടത്. സോൾഡറിങ് അയൺ നന്നായി ചൂടായി കഴിഞ്ഞാൽ അല്പം ലെഡ് അതിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് അതിനെ ചേർത്ത് ഒട്ടിക്കാം. ഇവിടെ സോൾഡറിങ് പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോൾഡറിങ് പേസ്റ്റ് തൽക്കാലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ കൊറോഷനുള്ള ഭാഗത്തൊക്കെ സോൾഡർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഈ ലെഡിനകത്ത് തന്നെ നമുക്ക് സോൾഡറിങ് പേസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കറുത്ത വയറ് നെഗറ്റീവിലേക്ക് ബന്ധിപ്പിക്കണം. റൈറ്റ്. ഇനി നമ്മുടെ 230 കണക്ട് ചെയ്യേണ്ട ലീഡ് വയറ് ഇതിനുള്ളിലേക്ക് കയറ്റി, അവിടെ ഹോളുണ്ടാകും, ആ ഹോളിലേക്ക് ഇതിനെ കയറ്റി വിടുന്നു. അത് ഇരുവശങ്ങളിലേക്കും ഒരു അല്പം തുമ്പ് മടക്കി വെച്ചതിന് ശേഷം ഇത്തരത്തിൽ സ്ക്രൂ പോലെയുള്ള പിൻഭാഗമായിരിക്കും, കോണ്ടാക്റ്റ് ആയിരിക്കും അത് പലയിടത്തും ഉണ്ടാകുക. ചില ലാമ്പുകളിൽ ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയുണ്ടാകും. ഇതിപ്പോൾ വെറുതെ നമുക്ക് ഇതിനെ അതിലേക്ക് പ്രസ് ചെയ്ത് കോണ്ടാക്റ്റ് ആയിക്കഴിഞ്ഞു. ഈ മുൻഭാഗത്തെ ക്യാപ്പുണ്ട്, ഇത് അടയ്ക്കുക. ഇത് ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്.
നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം, എന്തിനാണ് ഇത് ഇപ്പൊ ഇത് പ്രകാശം കുറെ തടയുകയല്ലേ ചെയ്യുക, പ്രകാശം സ്കാറ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഹൈബ്രൈറ്റ് LED ആയതുകൊണ്ട് നമ്മുടെ കണ്ണിൽ അത് തുളച്ചു കയറി അത് കണ്ണിന് അലോസരമുണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് കത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വീട്ടിലെ ഒരു LED ലാമ്പ് കത്തുന്നില്ല എന്നിരിക്കട്ടെ, നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന LEDകൾ SMDയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ LED എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു. ആ രീതിയിൽ നമുക്ക് ഓരോ LEDയും ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഫിസിക്കലി നമുക്ക് ഇതൊന്ന് കാഴ്ചയിൽ, നമ്മൾ കാണുന്ന കാഴ്ചയിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ചീത്തയായി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു LED കറുത്ത് ഇരിക്കുന്നുണ്ട്. അതിനർത്ഥം അത് ബേണായി പോയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ അസംബ്ലി ചെയ്യാൻ ഉപയോഗിച്ച LED ലാമ്പിൽ ഇതിനേക്കാൾ കൂടുതൽ കമ്പോണന്റുകൾ ഉണ്ടായിരുന്നു. അതൊരു SMPS ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു SMPS പവർ സപ്ലൈ അല്ല, ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്ത് ഇതിനാവശ്യമായ വോൾട്ടത ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ വീട്ടിലെ ലാമ്പുകൾ ഇളക്കി നോക്കുമ്പോൾ ഈ ഒരു സംവിധാനത്തോടെയാണ് ഇതിരിക്കുന്നതെങ്കിൽ ഇത് റിപ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഇത് കൂടുതലും ചൈന മെയ്ഡ് ആണ്. ഇത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ലാമ്പാണ്. പ്രാക്ടിക്കലി നമുക്ക് അത് അനുഭവപ്പെട്ടുള്ളതാണ്. ഇത് 9 വാട്ടിന്റെ ലാമ്പ് എന്ന് പറഞ്ഞാൽ 18ഉം 20ഉം വാട്ട് ഇത് കൺസ്യൂം ചെയ്യാറുണ്ട്. എങ്കിലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു മാർഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ തന്നെ വച്ചിട്ട് ഈ ഡയോഡ് ഇട്ടുകൊണ്ട് നമുക്ക് ഇത് ഓരോ LEDയും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോ കത്തുന്നുണ്ട്. അടുത്തത് നോക്കാം. അത് കത്തുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു കത്തൂല്ല എന്നാ തോന്നുന്നത്. കത്തൂല്ല, കാരണം എന്താ, ഇവിടെ കറുത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് കത്തുകയില്ല എന്ന് മനസ്സിലായി. ഇത് കത്തുന്നുണ്ട്, ഇത് കത്തുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ LEDയും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കത്താതെ വന്നാൽ ഇത് കത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ സീരീസ് ആയിട്ട് പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇടയ്ക്കുള്ളൊരു LED ചീത്തയായി പോയാൽ അത് പിന്നെ പ്രവർത്തിക്കുകയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെക്ടിഫയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ റെക്ടിഫയറിന് കുഴപ്പം ഇല്ല. ഇവിടെ 2 SMDയിലുള്ള റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. അത് 470 എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 47 ഓം ആണത്. അതവിടെ ഓം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 24 ഓമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 2 എണ്ണം പാരലായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ പകുതി റെസിസ്റ്റൻസ് മാത്രം കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ കപ്പാസിറ്റർ വീങ്ങി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററും ചീത്തയായി പോയിട്ടുണ്ട്. ഈ LEDകൾ ഏതെങ്കിലും ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ നേരത്തെ കാണിച്ച സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചിട്ട് ഇളക്കി മാറ്റി സ്ഥാപിക്കാൻ സാധ്യമല്ല. അതിന് നമുക്ക് SMD സോൾഡറിംഗ് സ്റ്റേഷൻ ആവശ്യമാണ്. ഹോട്ട് എയർ ബ്ലോവർ ഒക്കെയുള്ള SMD സോൾഡറിംഗ് സ്റ്റേഷൻ ആവശ്യമായിട്ട് വരും. എങ്കിലും നമുക്കിതിൻ്റെ നമ്മൾ അസംബ്ലി ചെയ്ത തരത്തിലുള്ള ലാമ്പാണ് എങ്കിൽ
നമുക്ക് ഈ LED ആണ് കുഴപ്പമെങ്കിൽ നമുക്ക് ഈ LED മാത്രമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അല്ലെങ്കിൽ പവർ സപ്ലൈ ആണ് എങ്കിൽ പവർ സപ്ലൈ മാത്രമായിട്ടും മാറാൻ കഴിയും.